വീട്ടിക്ക് പോയാൽ കാണിച്ചിട്ടുണ്ട് ഞാൻ. എന്ത് കാണിച്ചു നിനക്ക് ഒന്നും അറിയില്ലല്ലേ? ആൾക്കാർ കേക്കട്ടെ. എന്താ കാര്യം കുഴഞ്ഞിട്ട് ഇരിക്കണം. ആരോട് കൊഞ്ചി കഴിഞ്ഞിട്ട് നിനക്ക് അല്ലെങ്കിൽ എവിടെ പോയാലും ഏതെങ്കിലും ഒരു പെണ്ണുണ്ടായിരിക്കും. ഏത് പെണ്ണിനെ കണ്ടാലും നിങ്ങൾ വെറുതെ വിടൂല. നിങ്ങൾ വീട്ടിലേക്ക് നടക്കുന്ന കാണിച്ചു തരണ്ട് ഞാൻ. എന്ത് കാണിച്ചു തരാനപ്പല്ലേ? കാമത്തിനകത്ത് നടക്കും. നിങ്ങൾ വീട്ടിൽ വന്നിട്ട് കാണിച്ചു തരാം. എന്നമ്മ പോരല്ലേ നിങ്ങൾക്ക്? കണ്ടോടത്ത് മുഴുവൻ പെണ്ണുങ്ങളെ കണ്ട അവിടെ ഉണ്ടായിരിക്കും. പെണ്ണ് കെട്ടിയാല് കാമത്തിനാന്ന് നിനക്ക് നിൽക്കൂല അല്ലേ? അങ്ങോട്ട് വാ, ശരിയാക്കി തരില്ല ഞാൻ. എവിടെ പോയാലും എല്ലാ പെണ്ണുങ്ങളെ പുറകെ ഉണ്ടായിരിക്കും. ആണോട്ടോ നിങ്ങക്ക്? ഉമ്മാ, ഈ വാതിലൊക്കെ തുറന്നിട്ട് ഈ തള്ള ഇവിടെ പോയി. നിങ്ങളെല്ലാം തള്ള. ഇവിടെ വാ. നിങ്ങട് വാ. എന്റെ കുറ്റം പറയാൻ വേണ്ടിട്ട് നിങ്ങളെ തള്ള പോയിട്ടുണ്ട്. ഇനി വാ, ഇരിക്കങ്ങള്. കൊറേ നാളെ എനിക്ക് ഇത് ചോദിക്കാണ്ട്. അവിടെ പോയപ്പോഴേ നിങ്ങൾ എന്തായിരുന്നു ആ പെണ്ണിനോട് കൊറേ നേരം കുണു വെക്കണേ? എന്തായിരുന്നു ചേച്ചി? ഏത് പെണ്ണ പറഞ്ഞോണ്ട്? ഏത് പെണ്ണാന്നല്ലേ നിങ്ങൾക്ക് അറിയൂല? ഞാൻ അവിടെ ഊണ് കഴിക്കാൻ പോയപ്പോഴേ സൈഡിൽ നിന്നിട്ട് എന്തായിരുന്നു കൊഞ്ചിക്കൊഴയില്? പ്രദീപിന്റെ ഭാര്യ. ആ, പ്രദീപിന്റെ ഭാര്യ. എനിക്കൊന്നും അറിയില്ല. എല്ലാവരും നിങ്ങക്ക് കൂട്ടുകാരും ഭാര്യമാരാണ്. എടാ, അതിന്റെ ചെങ്ങായിന്റെ ഭാര്യയല്ലേ പ്രദീപ്, ഗൾഫില്ലേ? നിങ്ങൾ ഇനി ഒന്നും പറയണ്ട. ആ പെണ്ണിന്റെ അടുത്ത് കിടന്ന് കൊഞ്ചിക്കൊഴണ കണ്ടാ മതി. എന്തായിരുന്നു പഞ്ചാരച്ചിരി എന്നറിയോ? ഞാൻ കൊഞ്ചിക്കൊഴിഞ്ഞിട്ടൊന്നല്ല, ഒരു സീരിയസ് മാറ്റർ ചർച്ച ചെയ്യുന്നു. എനിക്ക് കണ്ടാലൊക്കെ അറിയാൻ പറ്റും കൊഞ്ചിക്കൊഴണത് എന്തൊക്കെയാന്ന്. നീ വന്ന് കേട്ടു നിങ്ങൾ എന്തൊക്കെ സംസാരിക്കുന്നത്? കേക്കണ്ട, കണ്ടാ മനസ്സിലാവും. കണ്ടാൽ എങ്ങനെ മനസ്സിലാവുന്നത്? അതൊക്കെ മനസ്സിലാവും. മതി, ഇനി മതി നിങ്ങളെ കൂടെയുള്ള പൊറുതി. ഞാൻ എന്റെ ആങ്ങളനെ വിളിച്ചിട്ട് ഞാൻ വീട്ടിൽ പോവാൻ പോവാ. ഇങ്ങനത്തെ ചെറിയൊരു കാര്യത്തിന് വേണ്ടി വെറുതെ. ചെറിയ കാര്യം അത്? പിന്നെ ചെറിയ കാര്യമല്ലത്. പിന്നെ മാറി നിന്ന ഒരു പെണ്ണിനോട് എത്ര നേരം വെച്ചാൽ സംസാരിക്കുക? അത് ഞാൻ പറഞ്ഞില്ലേ, ഒരു ഇമ്പോർട്ടന്റ് കാര്യം ചർച്ച ചെയ്ത് ഞങ്ങള്. എന്ത് ഇമ്പോർട്ടന്റ് കാര്യം? ഞങ്ങൾ കാര്യം ചർച്ച ചെയ്യാണ്ടാവില്ല. എന്റെ സുഹൃത്തിന്റെ ഭാര്യയല്ലേ. എനിക്കറിയാത്ത കാര്യം എന്താ? എന്റെ അമ്മ, ഇത് വലിയ വലിയ ആനക്കാര്യൊന്നും അല്ല. നീ പറയുന്നത് കേക്ക്. എന്ത് പറയണേ കേക്ക? എന്തിന്റെ അടുത്ത് തുള്ളുക? പിന്നെ തുള്ളാണ്ട് എന്ത് ജന്മാടാ നീ? മതി, മതി. നിങ്ങളെ കൂടെ ജീവിച്ചത് മതി. ഞാനിപ്പോ പോവാ എന്റെ വീട്ടിലേക്ക്. എവിടേക്ക്? ഞാൻ എന്റെ വീട്ടിൽ പോവാ. ഞാൻ ആങ്ങളെ വിളിക്കാൻ പോവാ. നീ ഒരു മിനിറ്റ് എനിക്ക് തരോ? അത് കേട്ടിട്ട് നീ എന്ത് പണ്ടാറപ്പെടാ? ഒന്ന് കേക്ക്, ഞാൻ കോൾ ചെയ്യട്ടെ കേട്ടോ. പ്രദീപ. കണ്ടിരുന്നത് കല്യാണത്തിനാണ് പോയി. അവള് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. നിന്റെ നാട്ടിലെ അവിടെ ആളുകളോടൊപ്പം പറഞ്ഞിട്ടേ ഇവിടുന്ന് ഇവിടുത്തെ കാര്യം നിനക്ക് അറിയാലോ. കുട്ടീന്റെ ശേഷം കണ്ട് ഇവിടുത്തെ കാര്യം കഷ്ടപ്പെടണം. എന്നാലും എന്റെ ഫ്രണ്ട്സുകളൊക്കെ കൂടിയിട്ട് ഞങ്ങളോട് ഒപ്പിക്കുന്നുണ്ട്. അതിനെ പറ്റി ടെൻഷൻ അടിക്കണ്ടടാ. അത് ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് വൃത്തിയിൽ ചെയ്യാം. മോന്റെ ജീവിതം നിന്റെ കയ്യിലാട്ടാ. എടാ, ടെൻഷൻ അടിക്കണ്ട. ഞാൻ പറഞ്ഞില്ലേ, നമ്മളെല്ലാരും ഇല്ല ഇവിടെ. അതിനെ കുറിച്ച് ബോധർ ചെയ്യണ്ട. ഉമ്മയോട് ഞാൻ പറയാം. ഉമ്മ ഇവിടെ അല്ല, പുറത്തു പോയതാ. ഓക്കെ. ഭാര്യ എന്റെ അടുത്തുണ്ട്. ഞാൻ പറയാം. ഞങ്ങളിപ്പോ പോയി കേറിയിട്ടുള്ളൂ കല്യാണം കഴിഞ്ഞ്. അല്ല, ഞാനേ ഒറ്റ മിനിറ്റ്, ഞാൻ വൈഫിന് കൊടുക്കാം. ഹലോ. എല്ലാം പറഞ്ഞിട്ടുണ്ടാവല്ലേ? പ്രാർത്ഥിക്കുക. ശരി പ്രദീപ, ടെൻഷൻ അടിക്കണ്ടടാ. നമ്മളൊക്കെ അല്ലേ. ഓക്കെ. കേട്ടില്ലേ? ഈ ഒരു കാര്യം ഞങ്ങൾ സംസാരിക്കുന്ന നീ ആർന്ന് കേട്ടിരുന്നു. മനസ്സിലായോ? എന്തൊക്കെയാന്ന് ഇപ്പൊ ഇവിടെ ഉണ്ടാക്കി? നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞു. ഈ കാള പെറ്റു എന്ന് പറയുമ്പോ കയറെടുക്കുന്ന സ്വഭാവം ഉണ്ടല്ലോ, മേലായി നീ അത് ആവർത്തിക്കരുത്. മനസ്സിലായോ? സങ്കടപ്പെടും വേണ്ട, കരയണ്ട. പോയി ചാർക്കടി ഒരു കാസ്.